ഹലോ ചങ്ങാതീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ ക്ലാസ് കിട്ടാത്തവർ ആ ലിങ്ക് കയറിയിട്ട് അതൊന്ന് നോക്കുക. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പതിവ് പോലെ ഈ ക്ലാസ് ഫുള്ള് വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലിപ്പോൾ കുറേ പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ബാക്കിയുള്ള പേഴ്സ് ആഡ് ആക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അത് നിൽക്കുക. അതിനുശേഷം ഇതിൽ കാണാം FX മേജേഴ്സ്, FX മൈനേഴ്സ്. ഇതിൽ അധിക ആൾക്കാരും യൂസ് ചെയ്യുന്നത് FX മേജേഴ്സാണ്. അധിക ആളും ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിൽ കണ്ട യൂറോ CHF, യൂറോ JPY, യൂറോ JPY അതൊക്കെ കണ്ട. അത് നമുക്കിങ്ങനെ ഒറ്റ ക്ലിക്കിൽ ഇതിങ്ങനെ ആഡ് ആക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ FX മൈനേഴ്സ്, JPB NST, അങ്ങനത്തെ NST CSF അതൊക്കെ നമുക്കിങ്ങനെ ആഡ് ആക്കാം. പിന്നെ വരുന്നത് കമ്മോഡിറ്റിയാണ്. അതിൽ ക്രൂഡ് ഓയിൽ അങ്ങനത്തെ ഒക്കെ വരും. പിന്നെ ഗോൾഡ്, പിന്നെ സിൽവർ, അതൊക്കെ നമുക്ക് ആഡ് ആക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇതിൽ കണ്ട AUD CAD, AUD CHF, അതിൽ ലോ ഹൈ ഉണ്ട്. അതായത് ഇന്ന് എത്ര ലോ പോയിനാണ്. AUD CADിൻ്റെ 0.91085, ഇന്നത്തെ ഹൈ 0.9185. അതാണ് ഇന്നത്തെ ചലനം വന്നത്. പിന്നെ ഇതിപ്പോൾ ലൈവായിട്ട് ചലിക്കുന്നുണ്ട്, അത് ലൈവ് മാർക്കറ്റാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചാർട്ട്, ആ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാവും. കുറേ ക്യാൻഡിൽസ് ആണ്. ഇതിപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ആക്കാൻ വേണ്ടി കഴിയും. 1 hour ആക്കാം, 4 hour ആക്കാം, ഡേ ആക്കാം, വീക്ക് ആക്കാം. അങ്ങനെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിൽ കണ്ടോ 2 ബ്ലാക്ക് ക്യാൻഡിൽ, അത് നമുക്ക് കളറൊക്കെ ചേഞ്ച് ആക്കി കിട്ടാം. അതിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ കണ്ടോ, അതായത് ഇവിടെ അത് കഴിഞ്ഞ അവറിലെ ക്യാൻഡിലാണ്. അതായത് ഇപ്പോൾ സമയം 6:47. അപ്പോൾ ഒരു 5:30 ആ ടൈമിലെ ക്യാൻഡിലാണ്. അത് ക്ലോസ് ആയതിനു ശേഷമാണ് പുതിയ ക്യാൻഡിൽ ഫോം ആയത് തന്നെ. അപ്പോൾ ക്യാൻഡിൽസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഓരോ ക്യാൻഡിലിൻ്റെ ടൈമിങ് ഇങ്ങനെ മാറ്റാം. 4 hour ആക്കാം, ഡേ 1 ആക്കാം, വീക്ക് ചെയ്യുക, അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ നിൽക്കുക. അപ്പോൾ അതിലൊക്കെ ഈസിയാണ് കാര്യങ്ങളൊക്കെ. നമുക്കിതിൽ ക്യാൻഡിലിൻ്റെ കളറ് ചേഞ്ച് ആക്കാൻ വേണ്ടി ഇതിൽ ഓപ്ഷൻ ഉണ്ട്. സാധാ ഗ്രീനും റെഡും ഒന്ന് വരുത്ത്. ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിനോട് ഞാൻ ചേഞ്ച് ആക്കിയതാണ്. അത് ഓരോരാൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെന്താന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ക്യാൻഡിൽസിൽ ഓരോ ക്യാൻഡിൽസിന് ഓരോ സ്വഭാവമായിരിക്കും. ഓക്കെ, നമുക്കിത് ചെറുങ്ങനെ ഒന്ന് സൂം ചെയ്യാം. അതായത് ഒന്ന് സൂം ചെയ്യാം. അപ്പോൾ ഇത് കണ്ട, മാർക്കറ്റ് ഇപ്പോൾ ഡൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ബൈ ഇട്ടാൽ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഒരു ബൈ ഇട്ടാൽ, മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ, അതായത് ഇങ്ങനെ പോയാൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അതേപോലെ ഇവിടുന്ന് ഒരു സെല്ലിട്ടാൽ മാർക്കറ്റ് താഴേക്ക് പോയാൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? അതായത് ഇവിടുന്ന് ഒരു ബൈ ഇട്ടിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ മാർക്കറ്റ് നമ്മൾ പ്രോഫിറ്റിലാണ് ഉള്ളത്. അതേപോലെ ഇവിടുന്ന് താഴേക്ക് പോയാൽ
പിന്നെ അത് മാർക്കറ്റ് ലോസ് ആവും. സപ്പോസ് നമ്മളിപ്പോൾ സെല്ലാണ് ഇടുന്നെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോയാൽ നമ്മൾ പ്രോഫിറ്റ് ആയിരിക്കും, മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമ്മൾ ലോസിലായിരിക്കും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടില്ലാത്തവർക്ക് കമൻറ്റ് ചെയ്യാം. ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നത്. എല്ലാവരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ നമുക്കൊരു ഓർഡർ ഇടാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഓർഡർ, മാർക്കറ്റ് എക്സിക്യൂഷന്, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ഇങ്ങനെ കുറേ ഓർഡർ കാണാം. നമുക്കിപ്പോൾ മാർക്കറ്റ് എക്സിക്യൂഷനെ കുറിച്ച് പഠിക്കാം. ബാക്കി ഞാനെല്ലാം പിന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ലോട്ട് കാണാം. അതായത് നമ്മളിപ്പോൾ ഓർഡർ ഇടുമ്പോൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ നമ്മളെപ്പം ചെറിയ ലോട്ടിലായിരിക്കും ഇടേണ്ടത്. ലോട്ടിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മൈക്രോ ലോട്ട്, മിനി ലോട്ട്, അങ്ങനെ ലോട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ക്ലാസ് എടുത്തുതരാം. അപ്പോൾ നമുക്ക് ചെറിയ ലോട്ടിൽ ഒരു ഓർഡർ ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ബൈ ഇടുകയാണ്. അതായത് 0.01 എന്ന് ഒരു ബൈ ഇടുന്നു. ഞാൻ ചുമ്മാ ഇടുന്നതാണ്, മാർക്കറ്റ് ഒന്നും നോക്കാണ്ട് ചുമ്മാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ബൈ ഇട്ട്, അപ്പോൾ ഇത് കണ്ടോ, ബൈ ഇട്ടാലും ഇപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കാം. ചാർട്ട്, ഇപ്പോൾ നമ്മൾ ബൈ ഇട്ട സ്ഥലം, കണ്ട, ഈ ഗ്രീൻ കണ്ടോ, അതാണ് നമ്മൾ ബൈ ഇട്ട സ്ഥലം. ഇവിടെ എഴുതി കാണിക്കൂ ബൈ 0.01 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ബൈ ഇട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമ്മൾ പ്രോഫിറ്റ്, അത് താഴേക്ക് പോയാൽ നമ്മൾ ലോസിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 ദിവസം പിന്നെ ഓരോ ലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓർഡർ ഇട്ട് പഠിക്കുക. അതായത് മാർക്കറ്റിൻ്റെ രൂപം ഒന്ന് മനസ്സിലാക്കുക. മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, താഴോട്ടാണോ മുകളിലോട്ടേക്കാണോ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കണ്ടാ, ഇപ്പോൾ ഞാൻ പ്രോഫിറ്റിലായി, മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഇപ്പോൾ ലോസിലായി. അതായത് ബ്ലൂ വന്നാൽ പ്രോഫിറ്റ്, പിന്നെ റെഡ് വന്നാൽ ലോസ്. അതേപോലെ നമുക്ക് ഓർഡർ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേണമെങ്കിൽ ഓർഡർ ആഡ് ആക്കാൻ വേണ്ടി കഴിയും. അതുപോലെ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ലോഡ് സൈസ് എപ്പം ചെറുതിട്ട് പഠിക്കുക, അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ട TP, SL. TP എന്ന് വെച്ചാൽ ടാർഗറ്റ്, SL എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അത് നമുക്കിപ്പോൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു ക്ലാസ് പിന്നെ തരാം. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പഠിക്കാം. പിന്നെ ഇതിൽ കണ്ട മുകളിൽ ബാലൻസ്, ഇക്വിറ്റി, ഫ്രീ മാർജിൻ, അങ്ങനെയൊക്കെ കണ്ട. അതിൽ ബാലൻസ് എന്ന് വെച്ചാൽ നമ്മൾ എത്രേൻ്റെ അക്കൗണ്ടാണ് ഓപ്പൺ ആക്കിയത്, $100, $200, നമ്മളിപ്പോൾ 5000-ൻ്റെ ട്രയൽ അക്കൗണ്ട് എടുത്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇക്വിറ്റി ഉണ്ടോ, ഇക്വിറ്റി 4999.51. അതായത് നമ്മളെ റണ്ണിങ് ഇപ്പോൾ പിന്നെ 44 പൈസ ലോസിലുള്ളത്. അപ്പോൾ അത് മൈനസ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിൻ്റെ കണക്കാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് പ്രോഫിറ്റ് ആകുമ്പോൾ അവിടെ കൂടിയിട്ട് കാണിക്കും. ഇപ്പോൾ മൈനസിലായതുകൊണ്ടാണ് അതിങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഫ്രീ മാർജിൻ ലെവലൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ എങ്ങനെ ഓർഡർ ക്ലോസ് ആക്കുന്ന വെച്ചാൽ, അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓർഡർ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് വിത്ത് ലോസ്. ഇപ്പോൾ ലോസിലാണ് ക്ലോസ് ചെയ്യുന്നത്, ഡെമോ ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ക്ലോസ് ചെയ്ത്, ഓർഡർ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഡർ ക്ലോസ്ഡ് കണ്ട. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് എന്താ പറയുക, ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ഓരോ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അത് നമുക്ക് പിന്നെ ഓരോ ഡേറ്റ് വൈസോ പിന്നെ വീക്കിലോ അതൊക്കെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നടക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക, നല്ല രീതിക്ക് ചെയ്ത് പഠിക്കുക. പിന്നെ
നമുക്ക് ബാക്കിയുള്ള ക്ലാസ് പിന്നെ എടുക്കാം. അതായത് കുറേ പഠിക്കാനുണ്ട്. സ്പ്രെഡ് എന്താണ്, പിന്നെ ലോഡ്സ് എന്താണ്, പിപ്സ് എന്താണ്, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സാവധാനം വൈകായിട്ട് പറഞ്ഞുതരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുവരെ പഠിക്കാം. മാർക്കറ്റ് നമുക്ക് എപ്പോൾ ഉണ്ട്, എപ്പം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്താക്കാം, ചെയ്യാം. ഓക്കെ, ആരും തിരക്കൊന്നാക്കണ്ട, എല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കി കൊടുക്കുക, പുതിയ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.